നമസ്കാരം. നടനായും ഗായകനായും സംവിധായകനായും നിർമ്മാതാവുമായും എല്ലാം മലയാളികൾക്കേറെ പ്രിയങ്കരനായ താരമാണ് പൃഥ്വിരാജ്. അദ്ദേഹത്തിൻ്റെതായി പുറത്തെത്താറുള്ള വിശേഷങ്ങൾക്കെല്ലാം തന്നെ വളരെ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. 20-ാം വയസ്സിൽ മലയാള സിനിമയിൽ അരങ്ങേറിയ പൃഥ്വിരാജ് ഇന്ന് മലയാള സിനിമയിൽ കൈവയ്ക്കാത്ത മേഖലകളില്ല. ലൂസിഫർ എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന്റെ 2ാം ഭാഗമാണ് എമ്പുരാൻ. മലയാള സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണ് എമ്പുരാൻ. മലയാളത്തിൽ ഇതുവരെ വന്ന സിനിമകളെയൊക്കെ കടത്തിവെട്ടുന്ന ചിത്രമായിരിക്കും എമ്പുരാൻ എന്നാണ് സൂചന. ഹോളിവുഡ് സ്റ്റൈലിലുള്ള മേക്കിംഗും എമ്പുരാന്റെ പ്രത്യേകതയാണ്. ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം പൃഥ്വിരാജ് പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ആദ്യ ഭാഗം ലൂസിഫർ വൻ വിജയം നേടിയതിനാൽ എമ്പുരാനും പ്രതീക്ഷ തെറ്റിക്കില്ലെന്നാണ് ആരാധകർ പറയുന്നത്. കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ പൃഥ്വിരാജിന്റെ സംവിധാനത്തെക്കുറിച്ച് മോഹൻലാൽ സംസാരിക്കുകയുണ്ടായി. പൃഥ്വിരാജിനൊപ്പം വർക്ക് ചെയ്യുകയെന്നത് ശ്രമകരമാണെന്ന് മോഹൻലാൽ അഭിമുഖത്തിൽ പറഞ്ഞു. പൃഥ്വിരാജ് അത്ഭുതപ്പെടുത്തിയ സംവിധായകനാണ്. അദ്ദേഹത്തിന് എല്ലാം അറിയാം. പ്രധാനമായും ലെൻസിങ്ങിനെ കുറിച്ച്, എക്യുപ്മെന്റ്സിനെ കുറിച്ചും ആക്ടേഴ്സിനെ കുറിച്ചും അറിയാം. സീനിൽ വേണ്ടത് ലഭിക്കുന്നത് വരെ ചോദിച്ചുകൊണ്ടിരിക്കും. വളരെയധികം കമ്മിറ്റഡ് ആയ സംവിധായകനാണ്. അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യുക ശ്രമകരമാണ്. നമ്മളെ തന്നെ സറണ്ടർ ചെയ്യണം. ഈഗോ ഇല്ല. കഥാപാത്രത്തിന് വേണ്ടി ടേക്കുകൾ ചോദിക്കും. ഈ സിനിമ മുഴുവൻ പൃഥ്വിരാജിന്റെ തലയിലാണ്. അത് ഫ്ലോപ്പ് ആക്കാൻ പറ്റില്ലെന്ന് മോഹൻലാൽ ചൂണ്ടിക്കാട്ടി. വലിയ താരമാണെങ്കിലും മോഹൻലാലിനെ കൊണ്ട് നിരവധി ടേക്കുകൾ ചെയ്യിപ്പിക്കാൻ പൃഥ്വിരാജ് മടിച്ചില്ല. ഇതേക്കുറിച്ച് പൃഥ്വിരാജ് തന്നെ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. മോഹൻലാലിന്റെ അഭിമുഖത്തിന് പിന്നാലെ ഇതും ചർച്ചയാവുകയാണ്. ഞാൻ ചില സമയത്ത് ലാലേട്ടനെ കൊണ്ട് 17 ടേക്കുകളൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ലാലേട്ടന്റെ കുറ്റം കൊണ്ടല്ല, മറ്റു കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോഴൊക്കെ അസിസ്റ്റൻസോ കൂടെയുള്ളവരോ 17ാമത്തെ ടേക്കായി എന്ന് പറയും. എന്നാൽ ആ സമയത്തും എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ലാലേട്ടനാണ്. നിർമ്മാതാവായ ആന്റണി പെരുമാവിനോട് പോലും അദ്ദേഹം പറഞ്ഞത് ആന്റണി അയാൾ മനസ്സിൽ കണ്ടതുപോലെ ചെയ്യട്ടെ എന്നാണെന്നും പൃഥ്വിരാജ് അന്ന് വ്യക്തമാക്കിയിരുന്നു. ഒരു സംവിധായകനായി നിൽക്കുമ്പോൾ സത്യത്തിൽ കുറച്ചൊക്കെ നമ്മൾ അറിഞ്ഞില്ല എന്ന ഭാവം വേണ്ടിവരും. ലാലേട്ടന് ഡസ്റ്റ് അലർജിയുണ്ട്. അദ്ദേഹത്തിന് പൊടിയുള്ള സ്ഥലങ്ങളിൽ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. ലൂസിഫറിൽ ജയിലിനകത്ത് വെച്ചുള്ള ഫൈറ്റ് സീനുണ്ട്. ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഭയങ്കരമായി പൊടിയുണ്ട്. ഷൂട്ട് തുടങ്ങി 3/4 മണിക്കൂർ പോലും എടുത്തില്ല. ലാലേട്ടന് തീരെ വയ്യാതെയായി. ഷൂട്ട് നിർത്തിവെക്കാം, പിന്നീട് ചെയ്യാമെന്ന് എനിക്ക് പോയി പറയണമെന്നുണ്ട്. പക്ഷെ നിർത്തിവെച്ചാലുണ്ടാകുന്ന കുഴപ്പങ്ങൾ എനിക്കും ലാൽ സാറിനും അറിയാം. കുറച്ചു കഴിഞ്ഞപ്പോൾ ലാലേട്ടന് വയ്യ എന്ന് തനിക്കറിയില്ലെന്ന മട്ടിൽ താൻ ഷൂട്ട് തുടർന്നെന്നും അന്ന് പൃഥ്വിരാജ് പറഞ്ഞു. കൊച്ചുകുട്ടിയാണ് ലാലേട്ടൻ. ഭയങ്കര രസമുള്ള വീഡിയോ യൂട്യൂബിൽ വന്നാൽ അത് ലാലേട്ടൻ നമുക്ക് കാണിച്ചു തരുന്ന രീതി കാണണം. വീഡിയോ കാണിക്കുമ്പോൾ പലപ്പോഴും ഞാൻ ലാലേട്ടന്റെ മുഖത്താണ് നോക്കുക. ഒരു ഷോട്ട് എടുത്താൽ സാർ ഞാൻ ആ ഷോട്ട് ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിക്കും. താൻ സെറ്റിൽ മോഹൻലാലിനെ ആരാധനയോടെ നോക്കി നിന്നിട്ടുണ്ടെന്നും പൃഥ്വിരാജ് അന്ന് പറഞ്ഞു. 2025 മാർച്ച് 27-ന് എമ്പുരാൻ റിലീസ് ചെയ്യുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ എമ്പുരാൻ എത്തും.